friends, welcome back to my channel. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിവൈസ് അൺബോക്സിംഗ് ആണ് നടത്താൻ പോകുന്നത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ കാല ഒരു പാവപ്പെട്ടവരുടെ ഫോണൊന്നും ഇപ്പോൾ ഇത് പണക്കാർ വരെ ഉപയോഗിക്കുന്ന ഒരു ഫോണാണ്. നമ്മുടെ നോക്കിയയുടെ 106 എന്ന ഈ ഒരു മോഡൽ. പണ്ട് നമ്മുടെ 1100 അതുപോലെ 1600 എന്നീ മോഡലുകളുടെയൊക്കെ ഒരു പുതിയ പതിപ്പാണ് ഈ ഒരു 106 എന്ന ഈ ഒരു മോഡൽ. പണ്ട് പാവങ്ങൾ മാത്രം ഉപയോഗിച്ചിരുന്ന മോഡലായിരുന്നു. ഇപ്പോൾ ഇത് പണക്കാർ വരെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്മാർട്ട് ഫോണുകളുടെ കൂടെ ഒരു സ്റ്റെപ്പിനി ഫോണായിട്ടാണെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്ത് ഇതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു മൊബൈൽ ഫോണ്, പിന്നെ ഒരു മൈക്രോ USB ചാർജർ, പിന്നെ ബാറ്ററി, യൂസർ മാനുവൽ. ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്. വളരെ ചെറിയൊരു ഡിവൈസാണ്, നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന ചെറിയൊരു ഡിവൈസാണിത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും പ്ലാസ്റ്റിക്കിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു മൈക്രോ USB ചാർജിങ് സ്ലോട്ട്, അതുപോലെ ഒരു LED ഫ്ലാഷ് ലൈറ്റ്, പിന്നെ ഒരു 3.5mm ഓഡിയോ ജാക്കറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് ഭാഗത്തും താഴ് ഭാഗത്തും ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് നോക്കിയ എന്നൊരു ലേബലും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ മുൻഭാഗത്ത് മുകളിലായിട്ട് നോക്കിയ എന്നും അതിന് തൊട്ടു താഴെയായിട്ട് ഇയർ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേക്ക് താഴെയായിട്ട് ഇതിൻ്റെ എല്ലാ ഫംഗ്ഷനും അടങ്ങിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണുകൾക്കൊക്കെ താഴെയായിട്ട് ഒരു മൈക്കും കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ഫോണിന്റെ ഡിസൈൻ വൈസ്. അപ്പോൾ നമുക്കൊന്ന് ബാറ്ററി ഇട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓണായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ക്ലോക്ക് ഡിസ്പ്ലേ നമുക്ക് ലഭിക്കും. ഇതിൽ 3 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് ഗോ ടു, അതുപോലെ മെനു, ഒരു അലാറം. ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മെനു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൽ കുറേ ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. ഈ ഒരു ഫോണിൽ റേഡിയോ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ പുതിയ സ്മാർട്ട് ഫോണുകൾ വരെ ഇല്ലാത്ത ഫ്യൂച്ചറാണ് ഈ ഒരു കുഞ്ഞൻ ഫോണിലുള്ളത്. അപ്പോൾ റേഡിയോ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ള ഓപ്ഷനാണ് നമ്മുടെ മെസ്സേജ്. ഈ ഒരു ഫോണിൽ 500 മെസ്സേജുകൾ വരെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. കൂടാതെ 2000 കോണ്ടാക്ട്സ് വരെ നമുക്ക് ഈ ഒരു ഫോണിൽ സ്റ്റോർ ചെയ്യാം. പിന്നെ നമ്മുടെ മെയിൻ ഗെയിമായ സ്നേക്ക് ഗെയിമാണ്. ഇത് നമ്മളൊക്കെ പണ്ട് കുറേ അധികം കളിച്ച് സ്കോറുകളും മത്സരങ്ങളൊക്കെ നടത്തിയ ഗെയിമാണ്. അതിന് കൂടാതെ പുതിയ മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു 6 ഗെയിമുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു മൊബൈൽ ഫോണ് 2 സിം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അത് നമുക്ക് ഈ ഒരു ബാറ്ററി ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സിം 1, സിം 2 എന്നിങ്ങനെ കാണിക്കും. അതിൽ നമുക്ക് സിം ഇട്ട് ഉപയോഗിക്കാവുന്നതാണ്. നോക്കിയ 106ന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 800 mAh ആണ്. ഈ ഒരു ഫോണ് 15 മണിക്കൂർ ബാറ്ററി ബാക്കപ്പും അതുപോലെ 21 ദിവസം വരെ സ്റ്റാൻഡ് ബൈ മോഡിലും വർക്ക് ചെയ്യും. ഇതിന്റെ ഒരു ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 1.8 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സൺലൈറ്റിൽ ഈ ഒരു ഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ഡിസ്പ്ലേ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിലുള്ളത്. ഈ ഒരു ഫോണിന്റെ ഹൈറ്റ് വരുന്നത് 111.2 mm, അതുപോലെ ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 49.5 mm ആണ്. കൂടാതെ ഇതിന്റെ ഒരു തിക്നെസ് വരുന്നത് 14.4 mm ആണ്. കൂടാതെ ഈ ഒരു ഫോണിന്റെ ഭാരം വരുന്നത് വെറും 70 ഗ്രാം മാത്രമാണ്. ഇപ്പോഴത്തെ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ തിക്നെസ് നോക്കുകയാണെങ്കിൽ തിക്നെസ് കുറച്ച് കൂടുതലാണ്, പക്ഷേ സൈസ് വളരെ ചെറുതാണ്. നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു സൈസാണ് ഈ ഒരു ഫോണ്. അപ്പോൾ നമ്മുടെ പഴയ മോഡൽ ഫോണുകളുടെ ഒക്കെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു നോക്കിയ 106 എന്നൊരു ഫോൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഖത്തറിൽ ഇത് ലഭ്യമായ സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്